പണ്ടത്തെ ഓണമൊന്നും ഇന്നത്തെ പോലെ അത്ര ആർഭാടമൊന്നും ആയിരുന്നില്ല. എന്നിരുന്നാലും അന്നത്തെ ഓണക്കാലം നമുക്ക് മറക്കാനാകാത്തതാണ്. സ്കൂൾ അങ്ങ് പൂട്ടേ വേണ്ടൂ, ഒരു ഊഞ്ഞാൽ നമ്മുടെ മുറ്റത്തൊന്ന് ഇടാനായിട്ട് അച്ഛനോടൊന്ന് പറയാൻ. പറങ്ങിമാവിൻ്റെ ആ ചാഞ്ഞ കൊമ്പിനകത്ത് ഒരു കയറും തൂക്കി ഒരു ഊഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ ആയി നമ്മുടെ ഓണത്തിൻ്റെ തുടക്കം. ഓണസദ്യക്കൊന്നും ഇപ്പോഴത്തെ പോലത്തെ 10-24 തരം കറികളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4-5 തരം കറികൾ ഏറിപ്പോയി ഉണ്ടാകും. തിരുവോണ നാളിൽ നേരെ അങ്ങ് വെളുക്കേ വേണ്ടൂ, തണുത്ത വെള്ളത്തിൽ കുളിച്ചങ്ങ് പുത്തൻ ഉടുപ്പും ഇട്ട് ആ പട്ടുപാവാട ഇട്ടിട്ട് അങ്ങ് ഇറങ്ങും പൂ പറിക്കാനായിട്ട്. അന്ന് തുമ്പയും മുക്കുറ്റിയും അതുപോലെ തെച്ചിയും ചെമ്പരത്തിയൊക്കെ തന്നെയുള്ളൂ നമുക്ക് പൂക്കളിടാനായിട്ട്. അതൊക്കെ പറിച്ചു വരുമ്പോഴേക്കും ഒരു നേരം കാലമൊക്കെ ആവും. അപ്പോഴേക്കും അമ്മ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകും. അതങ്ങ് വയറ് നിറച്ച് കഴിച്ച് കുറച്ച് പായസവും കുടിച്ച് അങ്ങ് ഇറങ്ങും അടുത്ത വീട്ടിലെ കുട്ടികളായിട്ട് കളിക്കാൻ. അന്ന് ഇന്നത്തെ പോലത്തെ കളികളൊന്നും അല്ലായിരുന്നു. അന്ന് കൊച്ചുംകുത്തിക്കളി, കല്ലുകളി, പിന്നെന്തൊക്കെ കളികളാണ്, മണ്ണ് കൂന വെച്ചിട്ടുള്ള കളി. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനിടയ്ക്ക് ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഒരു വിഷയവുമല്ല. ഊഞ്ഞാലിലാടിയിട്ട് അതെങ്ങാനും പൊട്ടി വീണാൽ ഉള്ള ചിറിയുണ്ടല്ലോ, എല്ലാവരും അങ്ങ് കളിയാക്കും. നമ്മുടെ വീട്ടിലെ അച്ഛന്മാരാകട്ടെ ചീട്ടുകളിയും പകിടകളിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് കൂടും. ഒരു 95 കാലഘട്ടങ്ങളിലൊക്കെ ആയപ്പോഴേക്കും ചില വീടുകളിലൊക്കെ ടിവിയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴാണെങ്കിലോ ആ വർഷം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഹിറ്റ് സിനിമകൾ അന്നാണ് ഏഷ്യാനെറ്റിലും കൈരളിയിലും ഒക്കെ ഇറങ്ങുക. അപ്പോൾ അതും കാത്തിരിക്കും, ഏത് സിനിമ കാണണം. എല്ലാം കൈരളിയും ഏഷ്യാനെറ്റും സൂര്യയും മാറി മാറി ഓടിച്ച് എല്ലാ സിനിമയും ഇരുന്ന് കാണും. ഇന്ന് പിന്നെ അതൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. തിയേറ്ററിൽ നിന്ന് നേരെ OTT പ്ലാറ്റ്ഫോമിലേക്ക് സിനിമ വരും, പിറ്റേ ദിവസം തന്നെ എല്ലാവർക്കും കാണാം. ഇന്നത്തെ ഓണാകട്ടെ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. 10-20 കൂട്ടം വിഭവങ്ങളും 2 തരം പായസവും ഒക്കെ ആയിട്ട് അങ്ങ് വയറ് നിറച്ചങ്ങ് കഴിച്ച് പല സംഘടനകളിലും ക്ലബ്ബുകളിലും ഒക്കെ ആയിട്ട് കളികളും വടംവലി അതുപോലെ തന്നെ ഉറിയടി അങ്ങനെ കളികളൊക്കെ ആയിട്ട് കണ്ണുകെട്ടി കളികൾ ധാരാളമുണ്ട്. ഇതൊക്കെ ആയിട്ട് ആഘോഷം തന്നെയാണ് ഇന്നത്തെ ഓണം. ഇന്ന് കൂട്ടായ്മയുടെ ബലം ഇച്ചിരി അങ്ങ് കൂടിയിട്ടുണ്ടോയെന്ന് എനിക്ക് ബലമായൊരു സംശയമുണ്ട്. ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ വൈബാണ് ഓണത്തിന്. ഒന്നും പരസ്പരം അങ്ങ് താരതമ്യം ചെയ്യാൻ പറ്റൂല കേട്ടോ. അന്ന് ഓണപരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് വരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഓണത്തെക്കുറിച്ച് 10 വാക്ക് എഴുതാൻ. അന്ന് നല്ല രസമായിട്ട് നമ്മൾ എഴുതും. രാവിലെ കുളിച്ചൊരുങ്ങി പുത്തനുടുപ്പിട്ട് പൂക്കളമിട്ട് സദ്യ കഴിച്ച് ഓണക്കളികൾ, ഇങ്ങനെ 10 സെൻറ്റൻസ് കിട്ടാൻ ഒരു പാടുമില്ല. എന്തൊക്കെ തന്നെ ആയാലും ഓണമെന്ന് പറഞ്ഞാൽ മലയാളിക്ക് അന്നും ഇന്നും ഒരു മറക്കാനാകാത്ത വൈബ് തന്നെയാണ്. തിരുവോണനാളിലെ ആഘോഷങ്ങളും കഴിഞ്ഞ് അമ്മ വീട്ടിലേക്കൊരു യാത്രയുണ്ട്. പിന്നെ അവിടെയും ആഘോഷമായി. സ്കൂൾ തുറക്കണ വരെ പിന്നെ അമ്മ വീട്ടിൽ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരെയും കൂട്ടി ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ കടൽ കാണാനോ പാർക്കിലേക്കോ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകും. അതും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ തൃശ്ശൂർക്കാർ എന്താ കുറേ ആയല്ലോ കറികളൊക്കെ വെച്ച് കൂട്ടുന്നു. അതേന്നേ, തൃശ്ശൂർക്കാരിയുടെ ചാനലിൽ നിറച്ച് കറികളാണ്. നിങ്ങളൊന്ന് പോയി കാണുക. ഓണവിഭവങ്ങളിലെ പല വിഭവങ്ങളും ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ഓണക്കാലം നേരുന്നു. നന്ദി, നമസ്കാരം.